നോക്കൂ വാഹിദി ഇത്നാനി സലാസത്ത് അർബഅത്ത് ഇതൊക്കെ മുഅന്നസായിട്ട് മുതലായിട്ട് പറഞ്ഞുള്ളൂ. അതിനൊരു പ്രസക്തി ഇപ്പൊ പറയുന്നില്ലല്ലോ. ഈ ഭാഗത്ത് പാഠം ഏതാ വെച്ചാൽ 9ാമത്തെ പാഠാണ് അശ്ശുഹൂർ ഹിജ്രി എന്നാണ് പാഠം. അത് മനസ്സിലാക്കാൻ ആദ്യം എണ്ണത്തും വാഹിദി ഇത്നാനി സലാസത്ത് അർബഅ ഖംസ 1 2 3 4 5 6 7 9 10 എന്നിവയെ പറയും. എന്നാൽ വാഹിദ് എന്നത് അവലു സാനി സാലിസ് റാബിഅ ഖാമിസ് സാദിസ് സാബിഅ ഖാമിസ് താസിഅ ആശർ ഒന്നാമത്തെ രണ്ടാമത്തെ ഇങ്ങനെ അർത്ഥമാണ്. ഒന്നാമത്തെ രണ്ടാമത്തെ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഒന്നാമത്തെ പാഠം അദ്ദർസുൽ അവൽ ഒന്നാമത്തെ പാഠം അദ്ദർസുൽ വാഹിദ് പാഠം ഒന്നേ. എന്നാൽ അദ്ദർസുൽ അവൽ ഒന്നാമത്തെ പാഠം അദ്ദർസുൽ സാനി രണ്ടാമത്തെ പാഠം അദ്ദർസുൽ സാലിസ് മൂന്നാമത്തെ പാഠം അസ്സഫുൽ ഖാമിസ് അഞ്ചാമത്തെ ക്ലാസ് അഞ്ചാം ക്ലാസ് എന്ത് ഈ കാര്യം മനസ്സിലാക്കുക. ഇതാണ് ഇതിൽ പഠിക്കാനുള്ള കാര്യം പഠിക്കാനുള്ളത്. നമുക്ക് ആ പേജ് നോക്കാൻ നോക്കും. അവൽ സാനി ഒന്നാമത്തെ ഇവിടെ മാസമാണ് ഷൂറിൽ ചെയ്യുക. ഹിജ്റ മാസം ഒന്നാമത്തെ അൽ അവൽ അശ്ശഹറുൽ അവൽ ഒന്നാമത്തെ മാസം മുഹറം അസ്സാനി സഫർ അസ്സാലിസ് റബീഉൽ അവൽ റബീഉൽ അവൽ ജവാദുൽ അവൽ റജബ് ശഅബാൻ ഇങ്ങനെ 1 മുതൽ 12 വരെ. ആശിർ 10ാമത്തെ അൽ ഹാദി അശറ 11ാമത്തെ അത്താനി അശറ 12ാമത്തെ ഇങ്ങനെ 12 മാസത്തിന്റെ പേര് വെച്ചിരിക്കുക. എന്നിട്ട് ഇതിപ്പോ ഞാൻ നേരത്തെ കാണിച്ച പട്ടികയാണ്. എന്നത് ഇവിടെ കിട്ടും എന്താന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ ഉത്തരം പറയാനായിരുന്നു ഹിജ്റ മാസങ്ങളിൽ 9ാമത്തെ മാസമാണ്. 9ാമത്തെ 9 2 3 4 5 6 7 8 9 റമളാൻ ഉത്തരം കിട്ടി. അല്ലെ അബു സാദിസ് ബിൻ അയ്യാമിൽ ഉസ്ബൂഇ ആഴ്ചയിലെ ദിവസങ്ങൾ 7ാമത്തെ 6ാമത്തെ ദിവസം ഏതാണെന്ന് ചോദിച്ചത് ഉത്തരം എന്താ ഉത്തരം കിട്ടി? എന്തായിരുന്നു നോക്കൂ. ഒന്നാമത്തത് യൗമുൽ അഹദ് യൗമുൽ ഇത്നൈൻ യൗമുൽ സലാസ യൗമുൽ അർബിഅ യൗമുൽ ഖമീസ് യൗമുൽ ജുമുഅ ആറാമത്തെ ജുമുഅ യൗമുൽ ജുമുഅ. ശുറൂത്തുൽ ഗുസ്ലി കംഹിയ കുളിയുടെ ഷർത്തുകൾ എത്ര? ഇവിടെ എത്രാമത്തെ എന്നല്ല എത്ര എന്നാണ്. അപ്പൊ സാനി എന്നല്ല പറയുന്നത് രണ്ടെണ്ണമാണ്. അപ്പൊ ഇത്നാനി എന്നാണ് പറയുന്നത്. എന്നതുപോലെ അസാബിയുടെ എതിരിൽ കൈയിന്റെ വിരലുകൾ കമ്മിയ എത്ര എണ്ണം എന്ന് ചോദിക്കുന്നു. ഇത് എത്ര എണ്ണം കഴിയും എത്രാമത്തെ എന്നല്ല. അപ്പം ഒരിക്കലും ആശിർ എന്ന് പറയുന്നത് 10 എണ്ണം അശറ എന്നാണ് പറയേണ്ടത്. മനസ്സിലായല്ലോ? ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം.